ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. അതായത് നമ്മൾ എത്ര പോസിറ്റീവ് ആയിട്ടിരിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ചുറ്റിലും നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം എനർജി ഡ്രെയിൻ ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഫിക്സ് ചെയ്യാതെ നമ്മൾ എത്ര ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്താലും നമുക്ക് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. സോ ആ ഒരു കാര്യം എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സോ അതിന്റെ സൊല്യൂഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, മെന്റൽ ഡിറ്റാച്ച്മെന്റ് അല്ലെ. അപ്പൊ മാനസികമായി ഡിറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്, അതിന്റെ പ്രാക്ടിക്കൽ വേസ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ഇങ്ങനെ നമ്മുടെ എനർജി ഡ്രെയിൻ ആകുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴെങ്കിലും ഒക്കെ കാണുന്ന ചില വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണാത്ത കുറച്ച് ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഒത്തിരി അടുപ്പമില്ലാത്ത ആൾക്കാരായിരിക്കും. സോ അവർക്ക് നമുക്ക് ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് വെക്കാം, അവരെ എപ്പോഴും കാണാതിരിക്കുക, എപ്പോഴും അവരുമായിട്ട് സംസാരിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സ് അല്ല, നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ വീട്ടിൽ നമ്മളോടൊപ്പം ഉള്ള ആളുകളാണ് നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നത് എങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നെഗറ്റീവ് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും കംപ്ലൈന്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും കുറ്റപ്പെടുത്തലും കുറവുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇത്തരക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് വളരെ സ്നേഹമായിരിക്കും, പക്ഷെ അവർ നിങ്ങളോട് എപ്പോഴും കുറെ കംപ്ലൈന്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കുറെ ഡൗട്ട്സ്, കുറെ നെഗറ്റിവിറ്റി ഒക്കെ ആയിരിക്കും നിങ്ങളോട് എപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് കളയുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ചില മെത്തേഡ്സ് ആണ്. ഇതുകൊണ്ടാണ് ഈ ഒരു മെന്റൽ സ്റ്റേറ്റിന് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, മാനിഫെസ്റ്റേഷന്റെ കാര്യത്തിൽ നമ്മുടെ എനർജിയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ എനർജി വളരെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷന്റെ റേറ്റ് കൂടുതലായിരിക്കും. എന്നാൽ നെഗറ്റീവ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് സർക്കംസ്റ്റൻസിൽ നിൽക്കുന്ന ഒരാൾക്ക് നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ആയിരിക്കും കൂടുതൽ നടക്കുക. സോ നമ്മളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് പോസിറ്റീവ് ആക്കി വെക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. അങ്ങനെയാണെങ്കിലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും എനർജി ഡ്രെയിൻ ആവുകയും മറ്റുള്ളവർ പറയുന്നതിനെ കുറിച്ച് ആകുലപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ടോക്സ് നിങ്ങളെ വളരെയധികം ബാധിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒരു ഉപകാരം ഉണ്ടാവും. മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തന്നെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ ഒട്ടും ബാധിക്കുന്നില്ല എന്ന രീതിയിൽ ആക്ട് ചെയ്യുക, അതൊന്നും അല്ല. പക്ഷെ മറ്റുള്ളവരുടെ വേർഡ്സും ഇമോഷൻസും അവരുടെ നെഗറ്റീവ് എനർജിയും നമ്മളുടെ ഇമോഷൻസിനെ ബാധിക്കാതെയാക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളെ അഫക്ട് ചെയ്യാതെ ആ ഒരു സിറ്റുവേഷനിൽ കാം ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇമോഷണലി റിയാക്ട് ചെയ്യേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇന്നർ പീസ് കൊടുത്ത് നമ്മൾ സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വലിയ പാറ, ഒരു റോക്ക് ഒരു വലിയ റിവറിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ വെള്ളം പല രീതിയിൽ അല്ലെ, പല ഫോഴ്സിൽ ഈ പാറയിലൂടെ ഒഴുകി പോകുന്നുണ്ടാവും. പക്ഷെ ആ പാറ അവിടെ തന്നെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. ഇതുപോലെയാണ് നമ്മുടെ മെന്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പോസിറ്റിവിറ്റി എത്ര നെഗറ്റീവ് ഇൻഫ്ലുവൻസസ് ഉണ്ടായാലും പോസിറ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെന്റൽ ഡിറ്റാച്ച്മെന്റ് വഴി ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാനിഫെസ്റ്റേഷൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങോട്ടാണോ ഫോക്കസ്, നിങ്ങളുടെ ഫോക്കസ് എവിടെയാണോ അവിടേക്കായിരിക്കും നിങ്ങളുടെ എനർജി ഫ്ലോ ചെയ്യുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോസിറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്കുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കും നിങ്ങൾക്കുള്ളത്. അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടുതൽ പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസും, നെഗറ്റീവ് ആണെങ്കിൽ കൂടുതൽ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻസും നടക്കാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾ തുടർച്ചയായിട്ട് ഈ നെഗറ്റിവിറ്റി അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി വളരെയധികം ലോ ആവാൻ ചാൻസ് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനെ ബ്ലോക്ക് ആക്കുകയും ചെയ്യും. ഇതിന്റെയൊക്കെ ഒരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്നേഹവും റെസ്പെക്റ്റും കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മെന്റലി ഡീറ്റാച്ച് ആവുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു അടുത്ത ബന്ധു എപ്പോഴും പണത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. സോ ആ ഒരു എനർജി നിങ്ങൾ അബ്സോർബ് ചെയ്താൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ, അതായത് സാമ്പത്തികമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതിനെ അത് ബ്ലോക്ക് ചെയ്യും. ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡീറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ
അവര് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മളെ പിന്നീട് ഇമോഷണലി അഫക്ട് ചെയ്യാതെ വരികയും നമ്മളുടെ ഫൈനാൻഷ്യൽ മാനിഫെസ്റ്റേഷൻ സാധ്യമാവുകയും ചെയ്യും. എങ്ങനെ നമുക്ക് മെന്റലി ഡിറ്റാച്ച് ചെയ്യാം പ്രാക്ടിക്കലി എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ റിയാക്ട് ചെയ്യുന്നതിൽ നിന്നും ഒബ്സർവേഷനിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അവരോട് ഇമോഷണലി നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അതായത് ഒരു ന്യൂട്രൽ ഔട്ട്സൈഡർ ആയിട്ട് നമ്മൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഇപ്പോ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ്. നമ്മൾ അവരുടെ ആരുമല്ല, നമ്മളുടെ ആരുമല്ലാത്തൊരു വ്യക്തികളാണെന്നെങ്കിൽ നമുക്കതിൽ പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവർ പറയുന്ന കാര്യങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഫീലിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുപോലെ ഒരു ന്യൂട്രൽ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ന്യൂട്രൽ ബിഹേവിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിലൊക്കെ നിങ്ങളോട് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇത് നമ്മളോടാണോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ചാണോ പറയുന്നത്, അതോ അവരുടെ ഓൺ മൈൻഡ് സെറ്റ് ആണോ, അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് ഇവര് പറയുന്നത്. ഈ ഒരു സംഭാഷണം, ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ നീട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ടോ? ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ചിന്തിക്കാവുന്നതാണ്. അവരുടെ ആർഗ്യുമെന്റിന് നിൽക്കാതെ അവർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ന്യൂട്രൽ ആയിട്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പൊ ഒരാൾ നമ്മളോട് ഈ രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാവും, നോർമലി ആൾക്കാർ റിയാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എപ്പോഴും നെഗറ്റീവ് ആയിട്ട് പറയുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് പറയും. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ ഒന്ന് മാറി ചിന്തിക്കുക. ജസ്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് കേൾക്കുക. ഡിറ്റാച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അതൊന്നും നമ്മളെ ബാധിക്കില്ല. സോ ജസ്റ്റ് അവർ പറയുന്ന കാര്യം കേൾക്കുക. എന്നിട്ട് അവരോട് പറയുക, ഞാൻ നിങ്ങളുടെ കൺസേൺ മനസ്സിലാക്കുന്നുണ്ട്, ഓക്കെ, പക്ഷെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ അബ്സോർബ് ചെയ്യാതിരിക്കുക. ഓക്കെ, നെഗറ്റിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. അവരുടെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇമോഷണൽ ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് ഫിസിക്കൽ ബൗണ്ടറീസ് മാത്രമല്ല, ഇമോഷണൽ ബൗണ്ടറീസ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരാൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടോക്സിക് കോൺവെർസേഷൻ അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ആ ഒരു കോൺവെർസേഷൻ കൊടുക്കുന്ന സമയം നിങ്ങൾക്ക് കുറയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ടോപ്പിക് എന്തെങ്കിലും സംസാരിക്കാം. അവര് വീണ്ടും ഇതേ ടോപ്പിക് എടുത്തിടുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും സംസാരിച്ചാലോ എന്ന രീതിയിൽ ആ ഒരു ടോപ്പിക്ക് മാറ്റി സംസാരിക്കാൻ ശ്രമിക്കുക. ഇനി അവര് എന്തെങ്കിലും ഗോസിപ്സ് ഒക്കെ പറയാനായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാലോ എന്ന് അവരോട് തിരിച്ചു ചോദിക്കുക. ഓക്കെ, അപ്പൊ അവര് ഏതൊക്കെ കാര്യങ്ങൾക്കാണോ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് അതിന് നമ്മൾ നിന്നു കൊടുക്കാതെ അതിന്റെ ഡയറക്ഷൻ മാറ്റി വിടുക. അപ്പോ നിങ്ങൾക്ക് ഫിസിക്കലി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ, സ്ഥിരം കാണുന്ന ഫാമിലി മെമ്പേഴ്സ് തന്നെയാണെങ്കിൽ മെന്റലി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. പക്ഷെ അവരോടുള്ള ലവും റെസ്പെക്റ്റും അവിടെ തന്നെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രാക്ടീസ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇമാജിൻ ചെയ്യാം നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡിലാണെന്നുള്ള കാര്യം. നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഉണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യാം. മറ്റുള്ളവർ പറയുന്ന എന്ത് കാര്യങ്ങളും ആ ഷീൽഡിൽ തട്ടി തിരിച്ചു പോകും, റിഫ്ലക്ട് ചെയ്ത് പോകും എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് കണ്ണടച്ച് നമ്മൾ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് കവറിനുള്ളിലാണെന്ന് ഇമാജിൻ ചെയ്യുക. ആ പ്രൊട്ടക്റ്റീവ് കവറിങ് വളരെ പോസിറ്റീവ് ആണ്. ഒരു നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് വരാൻ ഇത് സമ്മതിക്കത്തില്ല. പക്ഷെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വന്നാൽ അത് ഈ ഷീൽഡിനുള്ളിലേക്ക് എൻ്റർ ചെയ്യാനും പറ്റുമെന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുക. അടുത്തൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യാം. അതായത് എന്റെ മനസ്സ് എന്റെ കൺട്രോളിലാണ് നിൽക്കുന്നത്. അതായത് മറ്റുള്ളവരുടെ വാക്കുകൾ ഇപ്പൊ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അഫേം ചെയ്യാം. എന്റെ മനസ്സ് എന്റെ കൺട്രോളിലാണ്, ഞാൻ സ്നേഹം എല്ലാവർക്കും കൊടുക്കുന്നു, അതുപോലെ എല്ലാവരിൽ നിന്നും സ്നേഹം തിരിച്ചും പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചും സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് അഫേം ചെയ്യാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഇരിക്കുകയോ നിങ്ങൾ കാണുകയോ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു അഫർമേഷൻസ് എഴുതി ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് കാണുമ്പോൾ നിങ്ങൾ ഇൻസ്പയർ ആവും. ഇനി ഈ ഒരു മെന്റൽ ഡീറ്റാച്ച്മെന്റിന് വേണ്ടിയുള്ള ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. കോഡ് കട്ടിംഗ് വിഷ്വലൈസേഷൻ എന്നാണ് ഇതിന്റെ പേര്. അതായത് നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് റിലാക്സ് ആയതിനു ശേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളോട് സ്ഥിരമായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് കളയുകയും അല്ലെങ്കിൽ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വരികയും ചെയ്യുന്ന ആളുകളുമായിട്ട് നിങ്ങൾക്ക് ഒരു കോഡ് കണക്ഷൻ, അതായത് ഒരു കയറ് നിങ്ങളും അവരുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇമാജിൻ ചെയ്യുക. അതിനുശേഷം ഒരു ഗോൾഡൻ സിസറും കൊണ്ട്, ഒരു ഗോൾഡൻ കത്രികയും കൊണ്ട് ഈ കോഡ് കട്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ആ കോഡ് കട്ട് ചെയ്യുന്നതോടെ ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷൻ, അതായത് ഇവരുടെ ഈ നെഗറ്റിവിറ്റി നിങ്ങളെ ബാധിക്കുന്ന ആ ഒരു ഇമോഷണൽ പാത്താണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെന്ന് വിഷ്വലൈസ് ചെയ്യുക.
ഈ ഒരു കാര്യത്തിലൂടെ ഇങ്ങനെ ഒരു വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ ബെറ്റർ ആവുന്നതായിട്ടും നിങ്ങൾ കുറെ ലൈറ്റർ ആവുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കുറെ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെന്റൽ ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിൽ ഒരു മെത്തേഡാണ് ഈ കോഡ് കട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എത്ര വിഷ്വലൈസേഷൻ മെത്തേഡ്സ് ആയിക്കോട്ടെ, അതിൽ എത്ര കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ മൈൻഡ് പോസിറ്റീവായിട്ട് ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ ആ ഒരു ഹൈ ലെവലിൽ നിൽക്കാതെ നിങ്ങൾക്ക് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ പോസിബിൾ ആകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി ഒരു റുട്ടീൻ പോലെ ചില കാര്യങ്ങൾ ചെയ്തു വരേണ്ടതുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അഫർമേഷൻസ് ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക, പോസിറ്റീവ് കോട്ട്സ് വായിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപെടുക. ഇതൊക്കെ തന്നെ നമുക്ക് എപ്പോഴും ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളോട് ഫോളോ ചെയ്താലേ ഈ പറയുന്നതെല്ലാം നമുക്ക് കുറെ നാളത്തേക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. സപ്പോസ് ആരെങ്കിലും നിങ്ങളെ ഇമോഷണലി ഈ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ആർഗ്യുമെന്റിന് വരികയാണ്, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളാണ്, അതാണ് നിങ്ങൾ എന്ന രീതിയിൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ തന്നെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാം, ഞാൻ എപ്പോഴും സമാധാനമാണ് അർപ്പിക്കുന്നത്, ഞാൻ സമാധാനവും സന്തോഷവും അർപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഈ ഒരു നെഗറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ഒരു വിചാരം ഉണ്ടായിരിക്കും ഈ ഒരു മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് എന്തോ സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണെന്ന്. ഒരിക്കലുമല്ല. ഈ മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ആണ്. കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഓരോ ദിവസവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായി മാറട്ടേ ഉള്ളൂ. മനസ്സിലാക്കുക, നമ്മളുടെ മെന്റൽ വെൽബീയിങ് എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. മറ്റൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ആകുന്നില്ല. സോ നിങ്ങൾക്ക് വേണ്ടത് മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക. എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈ മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ഈ മാനിഫെസ്റ്റേഷനിലെ വളരെ ഒരു പവർഫുൾ ടൂളാണ്. സോ കൂടുതൽ പോസിറ്റീവ് ആയിരിക്കാം, കൂടുതൽ മെന്റലി ഡിറ്റാച്ച്ഡ് ആയിരിക്കാം, കൂടുതൽ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടത്തുക. അതാണ് ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. എത്രത്തോളം കാം, പീസ്ഫുൾ, അതുപോലെ മെന്റലി ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നു, നിങ്ങളെ ഇമോഷൻ എപ്പോഴും സ്റ്റേബിൾ ആക്കി വെക്കുന്നു, അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടത്താനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മെന്റൽ ഡിറ്റാച്ച്മെന്റ് എന്താണ്, എങ്ങനെ അത് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. ഡിറ്റാച്ച്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ ഐ ആം പ്രൊട്ടക്റ്റഡ് എന്ന് എഴുതുക. ഓക്കെ, ഐ ആം പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ ഓൾവേസ് പ്രൊട്ടക്റ്റഡ് ആണ്. ഈ യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.